പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം സ്വയം തിരിച്ചറിയാനും ഉയർന്നു വരുവാനും നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാൻ അയാൾ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എത്ര ഉന്നത സ്ഥാനം ലഭിച്ചാലും എത്ര വലിയ ബിരുദങ്ങൾ നേടിയാലും സംസാര മര്യാദയും മനുഷ്യത്വവും പഠിച്ചില്ലെങ്കിൽ ആ വ്യക്തി നിരക്ഷരന് തുല്യനാണ്. ജീവിതത്തിൽ ഒരിക്കൽ അഭിനയിച്ചു തുടങ്ങിയാൽ പിന്നീടങ്ങോട്ട് ജീവിതാവസാനം വരെ അഭിനയം മാത്രമാകും കൈമുതൽ. ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്, അഭിനയിച്ച് തീർക്കാനുള്ളതല്ല. ഇന്നലെ വരെ എന്ത് ചെയ്തു, എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്ന് ഈ നിമിഷം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാവും. ജീവിതത്തിൽ രണ്ട് മുഖങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒന്ന് പ്രയാസങ്ങളിൽ നമ്മുടെ ഒപ്പം നിന്നവർ, മറ്റൊന്ന് പ്രയാസങ്ങളിൽ നമ്മളെ ഒറ്റയ്ക്കാക്കിയവർ. നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും. മറവി കൊണ്ട് മുറിവുണക്കാമെന്നത് വേദനിപ്പിച്ചവരുടെ മാത്രം വ്യാമോഹമാണ്. വേദനയറ്റവൻ്റെ ഓർമ്മകൾക്ക് കാലം മൂർച്ച കൂട്ടുന്നു. ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്ന് മാത്രം മതി: ആരെപ്പറ്റിയും മോശമായി പറയാതിരിക്കുക. ഒറ്റപ്പെടുവാണെങ്കിൽ ഒറ്റപ്പെട്ടോട്ടെ, പക്ഷെ നമ്മളോട് മിണ്ടാൻ ഇഷ്ടമില്ലാത്തവരുടെ പിന്നാലെ പോകരുത്. അവർക്ക് വേണ്ടി നമ്മുടെ സമയം കളയാതിരിക്കുക. നമ്മുടെ വില തിരിച്ചറിയുന്ന ഒരു സമയം അവർക്കുമുണ്ടാകും. ചില ബന്ധങ്ങൾ മെഴുകുതിരി വെട്ടം പോലെയാണ്. ആദ്യം അത് നമ്മളിൽ പ്രകാശം നിറയ്ക്കുന്നു. ഒരു നാൾ അത് മുഴുവനായി അസ്തമിക്കും. പിന്നെ ഉരുകുന്നത് മുഴുവൻ നമ്മളായിരിക്കും. ചില നല്ല നിമിഷങ്ങൾ ഒരിക്കലും അവസാനിക്കരുത് എന്ന് കരുതും. ചിലരൊക്കെ എന്നും കൂടെ കാണുമെന്നും കരുതും. പക്ഷേ മനോഹരമായതിനൊക്കെ ആയുസ് കുറവാണെന്ന് കാലം തെളിയിക്കും. ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. ഒരു പിണക്കമുണ്ടായാൽ ആദ്യം നമ്മളോട് ഇണങ്ങാൻ വരുന്നവർ നമ്മളോട് തോറ്റു വരുന്നതല്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാളേറെ അവർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എല്ലാ സ്നേഹബന്ധങ്ങളും നിലനിൽക്കുന്നത് ഇത്രത്തോളം സ്നേഹിക്കാൻ മനസ്സുള്ള മനുഷ്യരുള്ളതുകൊണ്ടാണ്. പുറകോട്ട് വലിക്കാൻ 1000 കൈകളുണ്ടാകും. എന്നാൽ മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ സാധിക്കൂ. നിങ്ങൾ ആർക്കെങ്കിലും അവർ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ സ്നേഹവും കരുതലും കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒരുപാട് ക്ഷമിച്ച ഒരു മനുഷ്യനെ പിന്നെയും നോവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക: ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത വിധം, ഒരിക്കലും കണ്ടുമിട്ടാത്ത വിധം ആ മനുഷ്യൻ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയേക്കാം.